നമസ്കാരം. 26 വയസ്സ് പ്രായമുള്ള സിദ്ധാർത്ഥ് പ്രഭു എന്ന മലയാള സീരിയൽ താരം കഴിഞ്ഞ ദിവസം MC റോഡിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആരെയൊക്കെയോ ഇടിച്ചിട്ടു. അവിടെ കിടന്ന് വലിയ തരത്തിലുള്ള ബഹളം ഉണ്ടാക്കി തുടങ്ങിയ വാർത്തകളും അതിനോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങളുമൊക്കെ ഇന്നലത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, മദ്യപിക്കുന്നതിനെയോ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെയോ 1% പോലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു വശം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരും ഈ വിഷയത്തിൽ സംസാരിക്കാതിരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അധികം പേരും രോഷത്തോടെ പ്രതികരിക്കുന്നതിനേക്കാൾ ഉപരി സഹതാപത്തോടെയും വളരെയധികം സങ്കടത്തോടെയുമാണ് പ്രതികരിച്ചത്. 26 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, നല്ല കഴിവുള്ള ഒരു നടനായിരുന്നു, അല്ലെങ്കിൽ ഇനി ഭാവിയുള്ള ഒരാളായിരുന്നു, ഇതോടുകൂടി എല്ലാം തീർന്നില്ലേ, ഇനി തൻ്റെ സീരിയലൊന്നും നമുക്ക് കാണാൻ തോന്നില്ല, ആ ഒരു ലൈനിലായിരുന്നു പ്രേക്ഷകർ എന്നുള്ള നിലയിൽ കുറേ ആളുകളുടെ പ്രതികരണം. പക്ഷേ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കൂട്ട ആക്രമണം. നമുക്ക് അട്ടപ്പാടി മധുവിൻ്റെ കേസ് മുതൽ ഇങ്ങോട്ട് പല സമയത്ത് പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പും കുറേ ആളുകൾ ചേർന്ന് ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഈ സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള ജിഷിൻ എന്ന സീരിയൽ താരം ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. വളരെ കൃത്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് നാട്ടുകാരിൽ ഒരാൾ ഈ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കഴുത്തിൽ എന്തോ ഇട്ട് മുറുക്കുകയാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ ശ്വാസം കിട്ടുന്നില്ല. ഓൾറെഡി അയാൾ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലാണ്, ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥയാണ്. നേരെ എഴുന്നേറ്റ് നിൽക്കാൻ അയാൾക്ക് ഒരു കഴിവുമില്ല. അപ്പോൾ ന്യൂ ഇയർ ആണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെയാണ്, എല്ലാവരും മദ്യപിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന വാദങ്ങളല്ല. പിന്നെ ആരെയെങ്കിലും ആക്രമിക്കുന്നതോ മദ്യപിച്ച് പൊതുശല്യം ഉണ്ടാക്കുന്നതോ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതോ ഒന്നും ഒരു കാരണവശാലും നമുക്ക് 1% പോലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിരിക്കെ തന്നെ എന്ത് തെറ്റ് ചെയ്താലും ഒരാളെ ആൾക്കൂട്ടം ചേർന്ന് ഇത്രയും ക്രൂരമായ രീതിയിൽ അയാളുടെ ജീവൻ പോലും നഷ്ടമായേക്കാവുന്ന രീതിയിൽ മർദ്ദിക്കുന്നതിനെയും നമുക്ക് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല. ഈ ആൾക്കൂട്ടം ചേർന്ന് ഓരോരുത്തരുടെയും ഷെയർ കിട്ടുമ്പോഴേ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ മർമ്മസ്ഥാനത്തൊക്കെ ഒരടി കിട്ടിയാൽ മതി. കൊല്ലണമെന്ന് വിചാരിച്ചായിരിക്കില്ല, ആരും അത്രയും അയാളോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ അടിക്കുന്നത്, അതൊക്കെ അറിയാം. പക്ഷെ ആ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് ഓരോ അടി കൊടുത്താലും അയാൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഓൾറെഡി അയാളുടെ ശരീരം മദ്യപിച്ച് ലക്ക് കേട്ട് വീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. പിന്നെ അയാളുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് അയാളുടെ ഷർട്ടൊക്കെ കീറി, ഷർട്ടിൻ്റെ ഒരു വശം മുഴുവൻ കീറി ഒരു അർദ്ധനഗ്നാവസ്ഥയിലാണ് അയാളെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടത്. പിന്നെ ഈ സീരിയൽ താരം ജിഷിൻ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞ ഒരു പോയിന്റ് വളരെ ശരിയാണ്. അവൻ ആരെയും പീഡിപ്പിച്ച ആളല്ല, മോഷണ കേസിൽ പ്രതിയല്ല. അത്രയും വലിയ, അതിനേക്കാൾ വലിയ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ ആൾക്കൂട്ട ആക്രമണത്തിന് പോയിട്ട് ആരുടെ ഒരു വിമർശനത്തിന് പോലും പാത്രമാകാതിരിക്കാൻ കർശനമായി ശ്രദ്ധിച്ചുകൊണ്ട് ഞെളിഞ്ഞ് നമ്മുടെയൊക്കെ മുന്നിൽ കൂടി നടക്കുകയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണ്. അവിടെയൊന്നും ഒരു ആൾക്കൂട്ട ആക്രമണം പോയിട്ട് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല, ഒരു പ്രതിഷേധവും അവിടെ ഉണ്ടാകുന്നില്ല. ഇയാൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, തെറ്റിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ ഒരു കാരണവശാലും നമുക്കത് ഈ നിയമം കയ്യിലെടുത്തോ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ വെച്ച് കളിക്കാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. നാട്ടുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അവരുടെ ഒന്നും മേൽ കൈവയ്ക്കാനോ അല്ലെങ്കിൽ അവരെ അടിച്ചു തളർത്താനോ ഒന്നുമുള്ള അവകാശം നമുക്കില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും, യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ചില വിഷയങ്ങൾ കാണുമ്പോൾ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ, രോഷം താങ്ങാൻ വയ്യാതെ രണ്ടും കൊടുക്കണമെന്നൊക്കെ നമുക്ക് തോന്നും ചില സാധനങ്ങൾ കാണുമ്പോൾ. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല. പോലീസിന് കൃത്യമായിട്ട് വിളിച്ച് അയാളെ കൈമാറുക എന്നുള്ളതായിരുന്നു. അയാൾ അത്രയും വലിയ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ അയാൾക്ക് നേരെ ഒന്ന് നിൽക്കാനുള്ള കഴിവ് ആ വീഡിയോ കണ്ടതിൽ കൂടെ നമുക്ക് ഇല്ല എന്ന് മനസ്സിലാവും. പിന്നെ അയാളുടെ നടു റോഡിലും കിടക്കുന്നത് യഥാർത്ഥത്തിൽ അയാൾക്ക് എഴുന്നേറ്റിരിക്കാനുള്ള നിർവാഹമില്ല. ഒരു വശത്ത് നമുക്ക് സഹതാപമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കഷ്ടം, ഈ ചെറുപ്രായത്തിലെ ഇത്രയും, അല്ലെങ്കിൽ കുറച്ച് പേര് അറിയപ്പെടുന്ന ആളാണ് താൻ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഇത്രയും കാട്ടിക്കൂട്ടണമെങ്കിൽ അയാൾ എത്ര അബോധാവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ മോഷണമൊക്കെ ആരോപിച്ച് ആളുകൾ കൂടി ചേർന്ന് ഒരാളെ തല്ലിക്കൊല്ലുന്ന വാർത്തയൊക്കെ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വലിയ ലജ്ജ തോന്നുകയാണ്, കഷ്ടം തോന്നുകയാണ്. നമ്മുടെ നാട്ടുകാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ, നമുക്കൊന്നും അതിന് സാധിക്കില്ല. നമ്മളിലൊക്കെ നന്മകൾ അവശേഷിച്ചിട്ടുണ്ട്, അതിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കൂ. ഇവിടെ നിയമമുണ്ട്, നിയമം നടപ്പിലാക്കാനുള്ള ആളുകളുണ്ട്, അവരത് കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. ഏതായാലും നാട്ടുകാർ മുൻകൈ എടുത്ത് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് അയാളെ ഇങ്ങനെ ഇടിച്ച് ചതയ്ക്കാനുള്ള റൈറ്റ് പോയിട്ട് അത് വളരെ എനിക്കൊരു കഷ്ടമായിട്ട് തോന്നി കേട്ടോ. എത്ര ആണെങ്കിലും ഒരു മനുഷ്യനല്ലേ, അയാൾ അബോധാവസ്ഥയിലാണ് അത് ചെയ്തതും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി.
നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ 2-3 മാസം പോലും പ്രായമായ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നവന്മാരുണ്ട്. സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. പ്രമുഖരായിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ അവരൊക്കെ ഇപ്പോഴും പൊതുവഴികളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്നുണ്ട്, അവരിവിടെ ജീവിക്കുന്നുണ്ട്. അവരെ ആരെങ്കിലും ആൾക്കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നുണ്ടോ, തല്ലി ചതയ്ക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെ പോലീസുകാർ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അവരുടെ ദേഹത്ത് നമ്മുടെ ഒന്ന് കൈ ചെല്ലാൻ അവർ സമ്മതിക്കാറുണ്ടോ? അങ്ങനെ സമ്മതിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒരു മനുഷ്യന് വേണ്ട അവകാശങ്ങൾ എന്നുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും കൊടുക്കപ്പെടുന്നുണ്ട്. അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ള ആ ഒരു നിർബന്ധത്തിന്റെ പുറത്താണ് അങ്ങനെ സംരക്ഷിക്കപ്പെട്ടേ മതിയാവൂ. അങ്ങനെ ആ ഒരു നിയമങ്ങളും രീതികളൊക്കെ നിലവിലുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതികളാണെങ്കിൽ പോലും അവരെയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ഒരു കൂട്ടമായി ചെന്ന് ആ പോലീസിനെയൊക്കെ വകഞ്ഞു മാറ്റി അവരെ തല്ലിക്കൊല്ലാൻ ഇതുവരെ നാട്ടുകാരും തുനിയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ ഈ മദ്യപിച്ച് ലെക്ക് കേട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയവനെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവൻ്റെ ആ ഒരു തോന്നിയാസം കാരണം ഏതെങ്കിലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ കുടുംബം അനാഥമായിരുന്നെങ്കിൽ അതിനൊക്കെ ആരും മറുപടി പറയും. അത് വേറൊരു വിഷയം, വേറൊരു കാര്യം. മദ്യപാനം അരുത് അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരാളോട് പറഞ്ഞിട്ട് വേണ്ട അറിയാൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇതൊരു ട്രെൻഡായി മാറുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ നമുക്കത് മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. ഇയാൾ അവിടെ കിടന്ന് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നെങ്കിൽ അതൊരു തെളിവായിട്ട് നമുക്ക് സൂക്ഷിക്കാം. മൊബൈലിൽ നമുക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം, പോലീസിനെ ഏൽപ്പിക്കാം. അതിനു മുമ്പ് കൈവയ്ക്കരുത്. ഇതൊരു മാതൃകയാക്കി കുറെ പേർ ഇത് പിന്തുടരുകയാണ്. ഒരുത്തൻ ഒരു തെറ്റ് കാണിച്ച് എല്ലാവർക്കും ചേർന്ന് അയാളെ പഞ്ഞിക്കിടാം. ഇവിടെ ഒരു പ്രശ്നമല്ല, കാരണം അത്തരക്കാർക്കെതിരെ വലിയ തോതിലുള്ള നടപടികൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഇയാളൊരു സീരിയൽ താരമായതുകൊണ്ട് ഇത്രയും വലിയൊരു പബ്ലിസിറ്റി വാർത്തയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന പൊതുഗതാഗത സംവിധാനങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിത്യവും അരങ്ങേറുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വലിയ രീതിയിൽ വാർത്തകളാകുന്നില്ല എന്ന് മാത്രം. പിന്നെ പോലീസ് തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം, പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഇയാൾ മദ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ലഹരിയൊന്നും ഉപയോഗിച്ചതായിട്ട് അറിവില്ല. അപ്പോൾ ഇവിടെ ഈ മദ്യം വിൽപ്പന നടത്താൻ ലൈസൻസ് കൊടുക്കുന്നത് ആരാണ് അനുവദിക്കുന്നത്? അവർ എന്തുകൊണ്ട് കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുന്നില്ല? വാഹന പരിശോധനകൾ ഉൾപ്പെടെ നടത്തുന്നില്ല. പ്രത്യേകിച്ച് ഫെസ്റ്റീവ് സീസണുകളിൽ മദ്യപിച്ച ആളുകൾ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമായിട്ട് നടക്കാത്തത് എന്താണ് നമ്മുടെ നാട്ടിൽ? ഈ ഒരു വിഷയം കൂടി എല്ലാവരും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മദ്യം കച്ചവടം ചെയ്യുന്നിടത്തോളം കാലം ആളുകൾ അത് വാങ്ങി കുടിക്കുക തന്നെ ചെയ്യും. വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്നതിന് മുമ്പുള്ള ആളെ ആയിരിക്കില്ല കാണുന്നത്. അവർ അബോധാവസ്ഥയിലാകാൻ വേണ്ടിയാണല്ലോ ഇത് കുടിക്കുന്നത്. കുടിച്ചിട്ട് പച്ച മനുഷ്യനായിട്ട് നടക്കാൻ അല്ലല്ലോ. ഇത് കുടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലാകുക, എന്നിട്ട് ആർമാദിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉത്സവ സീസണുകളിലൊക്കെ ഓണത്തിനും ക്രിസ്മസിനും മറ്റുമൊക്കെ ഇങ്ങനെ മദ്യം ഒഴുക്കി കോടികൾ വാരിയിട്ട് ഇത്ര കോടിയുടെ റെക്കോർഡ് വിൽപ്പന എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞാൽ പോരാ. സർക്കാരിനും ഒരു ഉത്തരവാദിത്തമുണ്ട്. മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് എവിടൊക്കെ ഇരുന്ന് മദ്യപിക്കുന്നു, ആ മദ്യപാനം സമൂഹത്തെ ബാധിക്കുന്നുണ്ടോ, മദ്യപാനികൾ പൊതുശല്യമായി മാറുന്നുണ്ടോ, പൊതുജനങ്ങൾക്ക് ഏത് വിധേനയാണ് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അത് ഒഴിവാക്കാൻ കർശനമായിട്ടുള്ള പരിശോധനകൾ വേണം. എക്സൈസുകാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. അല്ലാതെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് വെക്കാതെയും പോകുന്ന ആളുകളുടെ നെഞ്ചത്ത് കയറി വലിയ വലിയ ഫൈനുകൾ ഈടാക്കുകയും അവരുടെ മുഖത്ത് നോക്കി പച്ചത്തെറി പറയുകയും ഒന്നും ചെയ്താൽ മാത്രം പോരാ. പിന്നെ മറ്റൊരു കാര്യം, ബോധപൂർവം ഒരുത്തനൊരു തെമ്മാടിത്തരം കാണിച്ചാൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും 2 അടി കൊടുക്കണം എന്നൊക്കെ വലിയ രീതിയിൽ തോന്നും. ഇത് അയാളോടെന്ന് സംസാരിച്ചിട്ടോ അയാളെ അടിച്ചിട്ടോ പോലും ചിലപ്പോൾ അയാൾക്കൊന്നും അറിയാൻ പറ്റില്ല. കഴുത്തൊക്കെ ഞെരിച്ച് കൊല്ലാൻ നോക്കി അയാളെയൊക്കെ കൃത്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കാരണം അതൊരു വധശ്രമം തന്നെയാണ്. അതിന്റെ വലിയ തെളിവാണ് നമ്മളൊക്കെ ഇതാ ഇപ്പോൾ കണ്ടത്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ വെളിവില്ലാത്ത ഒരുത്തനെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുക, അവനെ കിടന്ന് തെറി പറയുക, ഇതൊക്കെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അപ്പോഴേ അയാളെ പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതല്ലാതെ നാട്ടുകാർക്കൊന്നും അവിടെ ചെയ്യാനില്ല. ബോധമുള്ളവനാണ് 2 ചീത്തയെങ്കിലും പറഞ്ഞാൽ അവൻ്റെ മനസ്സിന് ഇത്തിരി വിഷമമെങ്കിലും ഉണ്ടാവും എന്ന് പറയാം. ഇതിപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊന്നും അവൻ ഓർമ്മ കാണത്തില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവൻ തന്നെ ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഇത്രയും ഞാൻ സംസാരിച്ചപ്പോൾ അട്ടപ്പാടിയിലെ മധുവിനെയും ഇയാളെയും കൂടെ ഒക്കെ കമ്പയർ ചെയ്തു എന്നൊന്നും ആരും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് തല്ലിക്കൊന്ന ആ പാവം അത് വേറെ, പിന്നെ മദ്യപിച്ച് കാണിച്ച തെമ്മാടിത്തരം വേറെ. എന്നാലും ക്രൂരത തന്നെ, അന്യായം തന്നെ, തെമ്മാടിത്തരം തന്നെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. മദ്യപാനത്തെയോ മദ്യപിച്ചുള്ള വാഹനം ഓടിക്കലിനെയോ ഒരു തരത്തിലും ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല എന്ന് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വിയോജിപ്പാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയും.